IPL ടീം ഇല്ലെങ്കിലും കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. IPL ചാമ്പ്യന്മാരും കേരളത്തിലെ വലിയ ആരാധക വൃന്ദമുള്ള റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു അടുത്ത സീസണിൽ ഹോം ഗ്രൗണ്ട് മാറ്റുന്നതിനെ കുറിച്ച് ഗൗരവമായി ആലോചിക്കുന്നുണ്ട്. കഴിഞ്ഞ സീസണിൽ കിരീടം നേടിയതിന് പിന്നാലെ ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന വിജയാഘോഷ പരിപാടികൾക്കിടെയുണ്ടായ ദുരന്തമാണ് ഈ മാറ്റത്തിന് പ്രധാന കാരണം. ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയ ആരാധകരിൽ നിരവധി പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഈ ദാരുണമായ അപകടത്തിന് പിന്നാലെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ സ്റ്റേഡിയം അധികൃതർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തിയത്. തുടർന്ന് അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ബംഗളൂരു സ്റ്റേഡിയത്തിൽ പ്രധാന ക്രിക്കറ്റ് മത്സരങ്ങൾ നടത്തേണ്ടെന്ന് കർശനമായ ഒരു ഉന്നതതല തീരുമാനം കൈക്കൊണ്ടിരുന്നു. ഈ വിലക്കിന്റെ പശ്ചാത്തലത്തിൽ വനിതാ ലോകകപ്പിന് ഇന്ത്യ വേദിയായപ്പോൾ ബംഗളൂരു നഗരത്തെ ഒരു വേദിയായി പരിഗണിച്ചിരുന്നില്ല. ഇത് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ നിലവിലെ അവസ്ഥയും സുരക്ഷാ പ്രശ്നങ്ങളും എത്രത്തോളം ഗുരുതരമാണെന്നതിന് തെളിവാണ്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കുന്നതിനായി കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനുമായി ചേർന്ന കോൺഗ്രസ് സർക്കാർ ബംഗളൂരുവിൽ പുതിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം എന്ന ആശയമായി മുന്നോട്ട് പോവുകയാണ്. കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഇനി പ്രധാന മത്സരങ്ങൾക്ക് ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയാകണമെങ്കിൽ നിലവിലെ സ്റ്റേഡിയം പൂർണ്ണമായും പൊളിച്ചുമാറ്റി ആധുനിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പുതിയത് പണിയേണ്ടി വരും. ഇത് വലിയൊരു സാമ്പത്തിക ബാധ്യതയും സമയനഷ്ടവും ഉണ്ടാക്കുന്ന നടപടിയാണ്. കേരളത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം പരിഗണിക്കുന്നത് വലിയൊരു നേട്ടമായാണ്. ദക്ഷിണേന്ത്യയിലെ RCB ആരാധകരുടെ എണ്ണം, ബംഗളൂരുവിൽ നിന്ന് താരതമ്യേന അടുത്തുള്ള സ്ഥലം, ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയം എന്നിവ തിരുവനന്തപുരത്തിന് അനുകൂല ഘടകങ്ങളാണ്.